ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഒരു നമ്മൾ കട്ട്ലേറ്റിലൊക്കെ മിക്സ് ചെയ്യില്ല, ബ്രെഡ് ക്രാംസ്, അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നില്ലേ, ആ ബ്രെഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 6 പീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നന്നായിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ഇത്തിരി ഡാർക്കായിട്ടുള്ള സൈഡ് മാത്രം ഞാനങ്ങ് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ് കേട്ടോ. എല്ലാ സൈഡും നമ്മൾ എടുക്കണ്ട, അത് അത്രയ്ക്ക് വലിയ ഡാർക്കായിട്ടൊന്നുമില്ല, ഒരു ഡാർക്ക് സൈഡ് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ നന്നായിട്ട് വറുക്കാൻ പോകുന്നതാണ് ആ ബ്രെഡ്, അതുകൊണ്ട് ഞാനത് മുഴുവൻ എടുത്തില്ല. ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രെഡ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ കടയിൽ പോയിട്ട് ബ്രെഡ് ക്രംസ് വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതിനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പൗഡർ നമുക്ക് ഉപയോഗിക്കാം. അത് നല്ല പീസായിട്ട് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബ്രെഡല്ലേ, അതുകൊണ്ട് തീരെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പൾസ് മോഡിൽ ഒന്ന് കുറച്ചങ്ങ് മിക്സിയിലിട്ടൊന്ന് പൾസ് മോഡിൽ എടുത്താൽ മതി. 2 പ്രാവശ്യം ഒന്ന് തിരിച്ചെടുത്താൽ മതി. അത് വേഗം പൗഡറായി കിട്ടുന്നു നമുക്ക്. അത് കഴിഞ്ഞ ശേഷം അത് ഒരു 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനത് പൊടിച്ചെടുക്കുന്നത്. തീരെ പൊടിയായിട്ടൊന്നും നമുക്ക് വരില്ല. സാധാരണ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കത് കിട്ടുക. ഇത് മതി, ഇത്രയും പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ അത് രണ്ടാമത്തെ ആ ഒരു മിക്സിങ് കൂടെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനത് പൗഡർ ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം നന്നായിട്ട് പൗഡർ ചെയ്തെടുത്തു. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ്. അതിൻ്റെ എത്രത്തോളം പൊടിഞ്ഞിരിക്കുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം പൊടിച്ചിട്ടുണ്ട്. അത്രയും നമുക്ക് പൊടിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. തീരെ ഫൈൻ പൗഡറായിട്ടൊന്നും നമ്മൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും മതി. ഇത് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പൗഡർ അങ്ങോട്ട് ഇട്ടിട്ട് സ്റ്റൗവ് വളരെ സിമ്പിളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലിട്ട് നന്നായിട്ട് കുറച്ച് നേരം സമയമെടുത്ത് ഞാൻ നന്നായിട്ടത് വറുത്തെടുക്കുകയാണ്. ആ ബ്രെഡ് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് വരുന്ന പോലെ ആ കളർ നന്നായി ചേഞ്ച് ആകും. കളർ ചേഞ്ചായി ഇനിയും കുറച്ചും കൂടെ ചേഞ്ച് ആകും, നല്ല ഡാർക്കായിട്ട് വരും. അപ്പോൾ അത് നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം, ഒരു റസ്കിൻ്റെ പരുവത്തിലാകും അത്. ആ സമയത്ത് നമ്മൾക്കത് വാങ്ങി വയ്ക്കാം. നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം, നന്നായിട്ട് കൈവിടാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരേപോലെ നമുക്ക് കിട്ടത്തില്ല. അവിടെ ഇവിടെയാക്കി ആയിട്ട് അങ്ങ് കളർ പിടിക്കും. അതുകൊണ്ട് വളരെ സിമ്മിലിട്ട് വളരെ സമയമെടുത്ത് നമ്മളിത് വറുത്തെടുക്കുക. നല്ല തരിതരിപ്പോടുകൂടി അത് കിട്ടും നമ്മൾക്ക്. ആ ബ്രെഡിൻ്റെ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ റസ്കിൻ്റെ മോഡലിൽ ഇത് വറുത്തെടുക്കണം നമ്മൾ. എന്നിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉള്ള പാത്രത്തിൻ്റെ ചൂടിൽ കുറച്ചും കൂടെ ഒന്ന് ഞാനത് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിന് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് നമ്മൾ കുറച്ച് നന്നായിട്ട് ആറാനായിട്ട് വെക്കണം കേട്ടോ. ഇത്രയും നമ്മൾ വറുത്താൽ മതി. നമ്മൾ വേറെ പാത്രത്തിൽ ചൂടാറാൻ വെക്കുകയാണ്. ഈ ചൂടാറിക്കഴിഞ്ഞാൽ നല്ലോണം ആറണം കേട്ടോ. നല്ലോണം ആറിക്കഴിഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കാവുന്നതാണ്. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനലിൽ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം കമൻറ്റുകൾ ചെയ്യുക. താങ്ക് യു.